അസ്സലാമു അലൈക്കും. ഹായ് കൂട്ടുകാരെ, ഞാൻ അൽമാസ് ബിഷിരി. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ പാഠമായിട്ടാണ്. അതായത് അറബി അക്ഷരങ്ങൾ നമുക്ക് എഴുതി പഠിക്കാം. നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസിയല്ല അറബി അക്ഷരങ്ങൾ എഴുതുന്നത്. മലയാളവും ഇംഗ്ലീഷുമൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്നാൽ അറബി ഓരോ അക്ഷരവും 4 രീതിയിലാണ് എഴുതേണ്ടത്. എന്ന് പറഞ്ഞാൽ അറബി ഒരു അക്ഷരം ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഒരു രീതി, ഒരു വാക്കിൻ്റെ ആദ്യത്തിൽ എഴുതുമ്പോൾ മറ്റൊരു രീതി, എന്നാൽ മധ്യത്തിൽ എഴുതുമ്പോഴോ വേറൊരു രീതി, അവസാനത്തിൽ എഴുതുമ്പോഴോ മറ്റൊരു രീതി. അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്കൊരക്ഷരം എടുക്കാം. ജീം. ജീം എന്ന അക്ഷരം ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇതാ നോക്കൂ, ഇങ്ങനെയാണ്. ഇനി ഒരു വാക്കിൻ്റെ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇത് നമ്മൾ ആദ്യം കണ്ട ജീം തന്നെയാണ്. എന്നാൽ ഒരു വാക്കിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് വരിക. നമുക്കിതിനൊരു ഉദാഹരണം നോക്കിയാലോ. ജമൽ. ജമൽ എന്ന് പറയുമ്പോൾ ജീമാണ് ആദ്യത്തിൽ വന്നത്. ഇതാ ഇതുപോലെ ആദ്യം എഴുതുക. അതിനുശേഷം ജമൽ എന്ന് പറയുമ്പോൾ മൽ എന്ന് കൂടി കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ ജമൽ. നോക്കൂ, ജീം എന്നത് ആദ്യത്തിൽ വന്നപ്പോൾ എങ്ങനെയാണ് ആയത്? ജമൽ. ഇനി നമുക്ക് ജീം മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനൊരു ഉദാഹരണം നോക്കാം. ഷജർ. ഷജർ എന്ന് പറയുമ്പോൾ ജീം മധ്യത്തിലാണ്. ജീം മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഇതാ നോക്കൂ, ഇങ്ങനെയാണ്. ജീം മധ്യത്തിൽ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും അക്ഷരങ്ങൾ വരാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമുക്ക് ഇതിൻ്റെ ഉദാഹരണമായ ഷജർ എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാം. നോക്കൂ, ഷ ജ ർ. എന്താണ്? ഷജർ. കണ്ടില്ലേ ഷജർ എങ്ങനെയാണ് വന്നത് എന്ന്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജീം അവസാനം വരുമ്പോൾ എങ്ങനെയാണെന്നാണ്. ഇതാ നോക്കൂ, ഇത് ജീം അവസാനം വന്നതാണ്. തൊട്ടു മുമ്പിൽ വേറെ അക്ഷരങ്ങളുണ്ട്. അതിനെ തുടർന്ന് ജീം അവിടെ അവസാനിക്കുകയാണ്. ജീം അവസാനത്തിൽ വന്നാൽ ഇങ്ങനെയാണ് ഇടേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിനൊരു ഉദാഹരണം നോക്കിയാലോ. യഹുജു. എന്താണ്? യഹുജു. യഹുജു എന്ന് പറയുമ്പോൾ ജീമാണ് അവസാനം വരുന്നത്. യഹുജു. യഹുജു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ 4 രീതിയിൽ ജീം എഴുതി. ആദ്യം ജീം ഒറ്റക്ക്, പിന്നെ വേറെ 3 രീതിയിൽ, അങ്ങനെ 4 രീതിയിൽ നമ്മൾ ജീമിനെ എഴുതി. എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീം എഴുതിയത്? ആദ്യം ഒറ്റക്ക്, പിന്നെ ഒരു വാക്കിൻ്റെ ആദ്യത്തിൽ, പിന്നെ മധ്യത്തിൽ, പിന്നെ അവസാനത്തിൽ. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ 3 ഉദാഹരണങ്ങൾ എഴുതി. ഇനി നമുക്ക് അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പഠിച്ചാലോ. എന്താണ് ജമൽ? ചിത്രത്തിലേക്ക് നോക്കൂ. ജമൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം. നോക്കൂ, ഒട്ടകം. അടുത്തത് ഏതായിരുന്നു? ഷജർ. ഷജർ എന്ന് പറഞ്ഞാലോ മരം. മരം എന്ന് പറഞ്ഞാൽ വൃക്ഷം. അടുത്തതോ യഹുജു. യഹുജു എന്ന് പറഞ്ഞാൽ ചിത്രത്തിലേക്ക് നോക്കൂ, കഅബ കാണുന്നുണ്ട്, തവാഫ് കാണുന്നുണ്ട്. അപ്പോൾ എന്താ? ഹജ്ജ് ചെയ്യുന്നു. യഹുജു എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്നു. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അറബി അക്ഷരം മലയാളം പോലെയും ഇംഗ്ലീഷ് പോലെയും അത്ര എളുപ്പമല്ല എഴുതാനെന്ന്? അറബി അക്ഷരങ്ങൾ ഓരോ രീതിയിൽ എഴുതുമ്പോഴും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് അറബിയിലെ ഓരോ അക്ഷരങ്ങളും എടുത്ത് പഠിച്ചു നോക്കിയാലോ. ഇൻഷാ അല്ലാഹ് കൂട്ടുകാരെ, ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത അക്ഷരമായിട്ട് വരാം. നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഓക്കേ, അസ്സലാമു അലൈക്കും, ബായ്.